ചൈന ദലൈലാമയുടെ ജീവന് വേണ്ടി പിന്തുടർന്നപ്പോൾ ഇന്ത്യ അദ്ദേഹത്തിന് അഭയം നൽകിയ കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം ചൈനയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന കാര്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ടിബറ്റിലെ സാഹചര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരുന്ന 1959-ലായിരുന്നു അത്. 1980-ൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സൈന്യം ടിബറ്റിൽ പ്രവേശിക്കുകയും ക്രമേണ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. ടിബറ്റുകാരുടെ മതപരവും സാംസ്കാരികവുമായ ജീവിതം ഭീഷണിയിലായി. ഈ സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ നേതാവായ 14ാമത്തെ ദലൈലാമയ്ക്കും തന്റെ സുരക്ഷയിൽ ആശങ്ക തോന്നിത്തുടങ്ങി. 1959 മാർച്ചോടെ ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിലെ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. ചൈനീസ് സൈന്യം ദലൈലാമയെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന വാർത്ത പരന്നു. തങ്ങളുടെ നേതാവിനെ സംരക്ഷിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ കൊട്ടാരമായ നോർബുലിംഗയ്ക്ക് പുറത്തടിച്ചുപോയി. അവിടെ തുടരണോ അതോ പോകണോ എന്നതായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന വലിയ ചോദ്യം. 1959 മാർച്ച് 17 രാത്രിയിൽ അദ്ദേഹം ആ നിർണായക തീരുമാനമെടുത്തു. ഒരു സാധാരണ സൈനികന്റെ വേഷം ധരിച്ച് അടുത്ത കുറച്ച് അനുയായികൾക്കൊപ്പം അദ്ദേഹം രഹസ്യമായി ലാസ വിട്ടു. അവിടെ നിന്ന് ചരിത്രം മാറ്റിക്കുറിച്ച 13 ദിവസത്തെ അപകടകരമായ യാത്ര ആരംഭിച്ചു. ജീവൻ പണയപ്പെടുത്തിയുള്ള ആ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. ചൈനീസ് സൈന്യത്തിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ അദ്ദേഹം രാത്രിയിലാണ് യാത്ര ചെയ്തിരുന്നത്. ഹിമാലയത്തിലെ ഉയർന്ന മലനിരകളും അപകടകരമായ ചുരങ്ങളും അദ്ദേഹം താണ്ടി. മഞ്ഞുമൂടിയ നദികൾ മുറിച്ചു കടക്കേണ്ടി വന്നു. ഓരോ നിമിഷവും പിടിക്കപ്പെടുമെന്ന ഭയം കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം 1000 കിലോമീറ്റർ നീണ്ട ഈ യാത്രയിൽ ദലൈലാമയും സംഘവും നിരന്തരമായ ഭീഷണികൾ നേരിട്ടു. കുതിരകളുടെ ശബ്ദം പോലും ശത്രുക്കൾ തിരിച്ചറിഞ്ഞേക്കാം എന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് നിശബ്ദമായി സഞ്ചരിക്കേണ്ടി വന്നു. ഒടുവിൽ 13 ദിവസങ്ങൾക്ക് ശേഷം 1959 മാർച്ച് അവസാനത്തോടെ അവർ ഇന്ത്യൻ അതിർത്തി കടന്നു. അരുണാചൽ പ്രദേശിലെ ഖെൻസിമനെ വഴി ഇന്ത്യയിൽ പ്രവേശിച്ച അവർ തവാങ്ങിലെത്തി. തവാങ്ങിൽ ദലൈലാമയ്ക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. പ്രാദേശിക ജനത അദ്ദേഹത്തെ ഒരു അഭയാർത്ഥിയായല്ല, മറിച്ച് ഒരു വലിയ ആത്മീയ നേതാവായാണ് കണ്ടത്. വൈകാതെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് ഔദ്യോഗികമായി അഭയം നൽകി. പിന്നീട് അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ സ്ഥിരതാമസമാക്കി. ഇന്ന് ടിബറ്റൻ ഗവൺമെന്റ് ഇൻ എക്സൈലിന്റെ അഥവാ ടിബറ്റിന്റെ പ്രവാസി സർക്കാരിന്റെ പ്രധാന കേന്ദ്രമാണ് ധർമ്മശാല. തവാങ്ങിലെത്തുന്നതിലൂടെയും ഇന്ത്യയിൽ അഭയം ലഭിച്ചതിലൂടെയും ദലൈലാമയുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ടിബറ്റൻ സംസ്കാരത്തിനും അവരുടെ പോരാട്ടത്തിനും പുതിയൊരു ദിശാബോധം ലഭിക്കുകയും ചെയ്തു.